ഒരു വീട് അത് വെറും ഇഷ്ടികയും സിമന്റും ചേർന്ന ഒരു കെട്ടിടമല്ല. ഓരോ മനുഷ്യന്റെയും സ്വപ്നങ്ങളും അധ്വാനവും ജീവിതകാല സമ്പാദ്യവും ചേർന്നുണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന കുടുംബങ്ങൾ അനവധിയാണ്. വിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ അടിത്തറ. അത്തരമൊരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പലരും നിർമ്മാണ കമ്പനികളെയും കോൺട്രാക്ടർമാരെയും വിശ്വസിക്കുന്നു. വാഗ്ദാനങ്ങൾ കേൾക്കുന്നു, സമയബന്ധിതമായ നിർമ്മാണവും ഗുണമേന്മയുള്ള ജോലിയും പ്രതീക്ഷിക്കുന്നു. എന്നാൽ അതേ വിശ്വാസം തകരുമ്പോൾ ഒരു വീട് മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും ജീവിതവും തകർന്നു വീഴാം. ഇത് അത്തരമൊരു വീട്ടുടമസ്ഥന്റെ കഥയാണ്. വാഗ്ദാനങ്ങൾ നൽകി വിശ്വാസം നേടിയ ശേഷം വഞ്ചിക്കപ്പെട്ടതായി പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ അനുഭവങ്ങൾ. ഇവിടെ വില്ലനായി വന്നത് ഒറാലിയം എന്ന അലൂമിനിയം കമ്പനിയാണ്. വീടിന്റെ മേൽക്കൂരകൾ മേഞ്ഞത് ഒറാലിയം കമ്പനിയുടെ ഷീറ്റുകൾ ഉപയോഗിച്ചാണ്. ലക്ഷങ്ങൾ മുടക്കി 15 വർഷത്തെ ഗ്യാരണ്ടി ഒറാലിയം കമ്പനി പറഞ്ഞു. 3 വർഷമായപ്പോഴേക്കും എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഞങ്ങള് കുടുംബമായി താമസിക്കുന്ന വീടാണ്. 2017 ഞങ്ങൾ ഈ വീട് വെച്ച് ഇവിടേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ആയത്. ഒത്തിരി റിസർച്ചുകൾ നടത്തി ഞങ്ങൾ ഇംഗ്ലണ്ടിലെ ഞങ്ങളുടെ വീടിൻ്റെ മാതൃകയിലാണ് ഈ വീട് ഞങ്ങൾ നിർമ്മിച്ചത്. അന്ന് ഒറാലിയം എന്ന കമ്പനി ഏറ്റവും നന്നായി നടക്കുന്ന ഒരു കമ്പനി എന്നുള്ള ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ എക്സിക്യൂട്ടീവിനെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശമനുസരിച്ച് എറണാകുളത്തുള്ള ഒരു നല്ലൊരു ഫിറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ഫിറ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങളിത് വീടുണ്ടാക്കിയത്. എന്നാൽ ഏകദേശം 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ 2017 ഓഗസ്റ്റിൽ വീട് മാറി. 3 വർഷം കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ ആയ സമയത്ത് ഇപ്പോൾ ഈ റൂഫിൽ കാണുന്ന പോലെയുള്ള കോട്ടിങ്ങുകൾ പോയി തുടങ്ങി. ആ സമയത്ത് അവരെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ കോവിഡിൻ്റെ ചില പരിമിതികളുള്ളതുകൊണ്ട് അവർക്ക് വന്നു നോക്കാനോ പറ്റിയില്ല എന്നുള്ളതിലാണ് അവർ ഞങ്ങളോട് കുറച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തി. പലപ്പോഴും അതെല്ലാം ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് 1 വർഷം കഴിഞ്ഞു. അത് എല്ലാ വർഷവും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. അവർ എക്സിക്യൂട്ടീവ്സിനെ ഇവിടേക്ക് പറഞ്ഞു വിടും. അവർ വന്ന് നോക്കും. അങ്ങനെ ചില കാരണങ്ങൾ പറയും. പിന്നീട് പറഞ്ഞു കൊറോഷനാണ് എന്ന് പറഞ്ഞു. മറ്റുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചതിൻ്റെ കൊറോഷനാണ്, മിക്സ്ഡ് മെറ്റീരിയൽ ആയിരിക്കും, ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ എക്സിക്യൂട്ടീവ്സ് വന്ന സമയത്ത് ഞങ്ങൾ അതിൽ കൃത്യമായിട്ട് അവരുടെ പ്രിന്റും ഒറാലിയം തന്നെയാണ്, ഇത് യഥാർത്ഥത്തിൽ ഒറാലിയം തന്നെയാണ് ഉപയോഗിച്ചെന്നുള്ളതിൻ്റെ എല്ലാ തെളിവും ഞങ്ങൾ കൊടുത്തു. കോഴിക്കോട്, നിർഭാഗ്യവശാൽ കോഴിക്കോടുള്ളതിൻ്റെ ഡീലർ അടച്ചുപോയിരുന്നു. അപ്പോൾ അതിനുശേഷം അയാളെ പോയി കണ്ട് അയാളിൽ നിന്ന് ബില്ലുകളെല്ലാം നമ്മൾ ഒറിജിനൽ വീണ്ടും കളക്ട് ചെയ്ത് ഇതിന് ഫിറ്റേഴ്സിൻ്റെ കയ്യിലും ബില്ലുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് നേരിട്ടാണ് അന്ന് കോഴിക്കോട് ഈ ഒരു മെറ്റീരിയൽസ് ഇറക്കി തന്നിരുന്നത്. അങ്ങനെ ഏറ്റവും നന്നായി മനോഹരമായി ചെയ്ത ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ റൂഫിങ്ങിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് ഓരോ പ്രാവശ്യം കമ്മ്യൂണിക്കേഷനും ഓരോ എക്സിക്യൂട്ടീവ്സ് ഓരോ എക്സ്ക്യൂസ് പറയാന്നല്ലാതെ ഇതിനൊരു സൊല്യൂഷൻസ് ഉണ്ടായിട്ടില്ല. അന്ന് എക്സിക്യൂട്ടീവ് ഞങ്ങളോട് പറഞ്ഞത് 15 years വാറണ്ടി ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഒരു പേപ്പർ ഡോക്യുമെന്റ് ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് തന്നില്ല. പിന്നീട് അതിൻ്റെ വാറണ്ടി സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു, പക്ഷേ ആൾ തന്നില്ല. അതിനുശേഷം ആൾ ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ മാറിപ്പോയി. പക്ഷേ പിന്നീട് ആൾ വളരെ സിൻസിയറായിട്ട് കമ്പനിയിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നു. പക്ഷേ ആൾ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും കമ്പനി ഞങ്ങളെ ഓരോ ഇതിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ഒക്കെ സംസാരിച്ചിരുന്നു. പിന്നീട് അവർ ഞങ്ങൾക്ക് ഇമെയിൽ തന്നു, ആളെ വിടാമെന്ന് പറഞ്ഞു. ഇമെയിലുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ എറണാകുളത്തുള്ള കമ്പനിയുടെ പേര് പിന്നീട് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാം. ആ കമ്പനി പല പ്രാവശ്യം ഒറാലിയം കമ്പനിയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായില്ല. ഇപ്പോൾ ഇത് വന്നിട്ട് ശരിക്കും വളരെ മോശമായ രീതിയിൽ പുറത്തുനിന്ന് നമ്മുടെ അതായത് വിസിബിലിറ്റിയിൽ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അന്ന് നമ്മുടെ വീട് ഉപയോഗിച്ച് നന്നായി മാർക്കറ്റിംഗ് നടത്തിയ ഒറാലിയം കമ്പനി ഞങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യാതൊരു ഇടപെടലും നടത്തിയില്ല. ഇപ്പോഴും അവരുടെ പരസ്യത്തിൽ അവർ 7 വർഷം വാറണ്ടി പറയുന്നത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇനിയും ഉപയോക്താക്കൾ ഇങ്ങനെയുള്ള വാറണ്ടികൾ കണ്ടിട്ട് വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഈ മീഡിയ വഴി നമ്മൾ ചെയ്യുന്നത്. കാരണം അല്ലാതെ ഇവരോട് പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ കൺസ്യൂമർ കോർട്ടിൽ പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അറിയില്ലാഞ്ഞിട്ടില്ല. പക്ഷെ ഓരോ പ്രാവശ്യം ഇവർ പറഞ്ഞ് ഞങ്ങൾ പരിഹരിക്കാം, ഞങ്ങൾ
പക്ഷെ എൻ്റെ അറിവിൽ എൻ്റെ കമ്പനി, എറണാകുളത്തെ കമ്പനി പറഞ്ഞു ഇങ്ങനെ മുമ്പ് പല അവസരങ്ങളിൽ പല സ്ഥലങ്ങൾ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ചില മെറ്റീരിയൽസിൻ്റെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സമയത്തുണ്ടാകുന്ന ഡാമേജ് കൊണ്ടായിരിക്കാം, അതുകൊണ്ട് അവർ റീപ്ലേസ് ചെയ്ത് പറഞ്ഞു. ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇതിൻ്റെ റൂഫിങ്ങിലുള്ള ഈ ഒരു കോട്ടിങ്ങിൻ്റെ ഇഷ്യൂവും കളർ ചേഞ്ച് ഗ്രേ ആയിരുന്നു, പ്യുവർ ഗ്രേ ചെയ്ത ഒരു വീട്ടിൽ ഇപ്പോൾ പല ഭാഗത്തും ബ്രൗൺ കളറാണ്, ചില ഭാഗത്ത് പൊളിഞ്ഞു പോയിരിക്കുന്നു. ഏറ്റവും വലിയ ഒരു വിഷമമുള്ള കാര്യം വെച്ചാൽ 15 ഡിഗ്രി ചെയ്തിരിക്കുന്ന ഓടിൻ്റെ മില്ലാത്ത അത്രയും പായലുകളാണ് ശരിക്കും 45 ഡിഗ്രിയിൽ. ഒരു കാരണവശാലും ഇത്രയും ഈ ഒരു ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂഫിൽ ഇതേപോലെ പായൽ പിടിക്കാനോ അതുപോലെ കോട്ടിങ് പൊളിഞ്ഞു പോകാനോ പാടില്ല. പക്ഷേ ഈ പല ഭാഗത്തും കോട്ടിങ് പൊളിഞ്ഞു പോയിരിക്കുന്നു. അവിടെയൊക്കെ പായൽ പിടിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ ഭംഗിയും ഈ ഒരൊറ്റ ഒരു റൂഫിംഗ് മൂലം പോയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്സ്റ്റേഴ്സിലാണ്. അപ്സ്റ്റേഴ്സിൽ ഇത് ഞങ്ങളൊരു ഗസീബോ ഉണ്ടാക്കിയതാണ്. ഈ ഗസീബോയും വീടിൻ്റെ റൂഫിൻ്റെ അതേ ആംഗിൾ തന്നെ 45 ഡിഗ്രി ആംഗിൾ തന്നെയാണ് ഇത് ചെയ്തത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ അപ്പോൾ അന്നത്തെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഞങ്ങളോട് പറഞ്ഞു ചില ഭാഗത്ത് വെള്ളം ഡ്രോപ്പ് ചെയ്ത് വീഴുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ നമ്മൾ വെള്ളം വീഴുന്നിടത്തല്ലേ റൂഫ് വെക്കേണ്ടത്. പക്ഷേ അത് മാത്രമല്ല, ഇവിടെ അങ്ങനെ വെള്ളം വീഴുന്നില്ല. ഇവിടെ ഒരു ഭാഗത്തുനിന്നും കൃത്യമായി പോയിന്റ് ഒരു കുത്തി ഒഴിച്ചോ വെള്ളം വീഴുന്നില്ല. ഇത് പരപ്പെ തന്നെ ഇതിൻ്റെ എല്ലാ ആംഗിളിലും ഈ കോട്ടിങ് കംപ്ലീറ്റ് പരിപൂർണമായിട്ട് പോയിരിക്കുകയാണ്. സിംഗിൾ ഷീറ്റ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് പരിപൂർണമായി അതിൻ്റെ കോട്ടിങ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു സ്ഥലം ഇത് ഗ്രേ കളറായിരുന്നു, ഇതിപ്പോൾ വന്ന് പക്ക ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ റിഡ്ജസിലും അതേപോലെ ചില ഭാഗത്ത് ഇതിൻ്റെ കോട്ടിങ് കുഴപ്പമില്ലാതെ നിൽക്കുന്നു, അന്നത്തെ കളറിൽ തന്നെ ഏകദേശം ആ കളർ നിൽക്കുന്നു. പക്ഷേ പല ഭാഗത്തും ഇതേപോലെ ഏറ്റവും കളറ് മാറി. ഇത് മെയിൻ റോഡിൽ നിന്ന് നന്നായി ഞങ്ങൾ സ്വപ്ന തുല്യമായ ഒരു വീടുണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും മുൻപിൽ തന്നെ വരുന്ന ഭാഗത്തു നിന്ന് ഏറ്റവും വിഷ്വലായിട്ട് കാണുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ബ്രൗൺ കളർ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത സ്ഥലത്ത് വെള്ളം ഇത് മേലെ ഗട്ടറിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു ഭാഗത്ത് ഇത് ഗ്രേ ആണെന്ന് പറഞ്ഞ് അതൊരു അറിയിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഗ്രേ കുറച്ച് ഭാഗത്ത് ഡാർക്ക് ബ്ലാക്കും കുറച്ച് ഭാഗത്ത് ബ്രൗണും ആയിട്ട് പോയിരിക്കുന്നു. അപ്പോൾ ഈ കമ്പനി പറയുന്നു ഇത് ചിലപ്പം ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയലായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷേ ഒരു കാരണവശാലും അതായിരിക്കില്ല. കാരണം എക്സിക്യൂട്ടീവിൻ്റെ അയാളുടെ ഫുൾ കൺട്രോളിൽ കൃത്യമായി അവരുടെ ഡീലർഷിപ്പിൽ നിന്ന് മാത്രമാണ് ഈ സാധനം മേടിക്കുന്നത്. എല്ലാ ബില്ലുകളും ഞങ്ങൾ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതേ ഇഷ്യൂ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും. ഇനിയിപ്പോൾ നമുക്ക് കാർ പോർച്ചിൻ്റെ ഭാഗത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് കാർ പോർച്ചിൻ്റെ അവസ്ഥ. കാർ പോർച്ചിൽ ഒരു ഭാഗത്ത് ഉള്ള എല്ലാതും ഏകദേശം നിയർലി വൈറ്റ് ഇൻ കളറിലാണ്. അപ്പോൾ ഇത്രയും വികൃതമായ രീതിയിലാണ് ഞങ്ങളുടെ വീടിൻ്റെ റൂഫ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പല പ്രാവശ്യം ഇവരോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇനിയുള്ള ഒരു നിയമ വ്യവസ്ഥയിലൂടെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. കാരണം ഞങ്ങൾക്ക് ഈ ഒരു ഇത് പെയിന്റ് ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇതിൻ്റെ കോമ്പൻസേഷൻ ഞങ്ങൾക്ക് ഇത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഇനി ഭാവിയിൽ ഉണ്ടാകുന്ന എത്രയോ ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി വഞ്ചിതരാവും. ഇപ്പോഴും വളരെയധികം പരസ്യം ചെയ്യുന്ന കമ്പനിയാണ്. പക്ഷെ അവരുടെ പരസ്യത്തിൽ വളരെ ഉണ്ടാകുന്ന ഉപയോക്താക്കളെ കളിപ്പിക്കുന്ന ചില ടിപ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 7 years വാറണ്ടി പറഞ്ഞിട്ട് ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ ഇനി വെക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്ത് എക്സ്ക്യൂസാണ് പറയാൻ പറ്റുക? ഇത് ഒറിജിനൽ അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യട്ടെ. ഇനി അല്ലെങ്കിൽ ഒറിജിനൽ ആണെങ്കിൽ അവർ കമ്പനി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് ഞങ്ങളുടെ വീടിൻ്റെ സൗന്ദര്യം തിരിച്ച് കൊണ്ടുവരാൻ തീർച്ചയായും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനായി ഞങ്ങൾ നിയമത്തിൻ്റെ ഏതറ്റം വരെയും ഞങ്ങൾ പോകാൻ തയ്യാറുമാണ്. ഒന്നിൽ അതിൻ്റെ ന്യായമായ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ്, ഇത്രയും ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് തികച്ചും ഒരു ഉപയോക്താവ് എന്നതിലേക്ക് ഏറ്റവും ഞങ്ങളുടെ ന്യായമായ ആവശ്യമാണ്. അതിന് ഞങ്ങൾ നിയമ വഴിയിൽ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ റെഡിയാണ്. ഇനിയും മീഡിയ വഴി ഞങ്ങൾ തീർച്ചയായും ഈ ഒരു കാര്യം പൊതുജന മധ്യേ ഞങ്ങൾ ഉന്നയിക്കുന്നതാണ് തീർച്ചയായിട്ടും.